ഇതെന്തായാലും സെറ്റാണ്. എലി എന്തോ എവിടെ നിന്നാണ് ഈ പെറുക്കിക്കൊണ്ട് വന്നത് ഈ കണ്ടന്റുകളൊക്കെ? എന്ത് ചെയ്യാനാണ്? ആ ബാക്ക്ഗ്രൗണ്ട് അപ്പുറത്ത് ഫുള്ള് കണ്ടന്റുകളാണ്. കലാകാരനാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഏത് മേഖലയാ? പാട്ടുകാരനാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പാട്ട് പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. ജന്മന ഉള്ള ഒരു ബോൺ ടാലന്റ് എന്നൊക്കെ പറയില്ലേ? ഇൻബോൺ. പാരമ്പര്യമായിട്ട് ആരെങ്കിലും പാട്ട് അച്ഛൻ പാട്ടുകാരനാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ 12ാമത്തെ വയസ്സിലാണ് അമ്മയെ എന്നെ ഇട്ടിച്ച് അച്ഛന്റെ പാട്ടിന് പോയത്. അങ്ങനെ പാട്ടിന് പോയേക്ക ആ ഒരു പാട്ടുകാരൻ. അതെ. പിന്നെ 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 ഞാൻ അതിനുശേഷം ഒന്നും നോക്കിയില്ല. പിന്നെ പാട്ടേ എന്നും പറഞ്ഞ് ഞാനും അങ്ങ് ഇറങ്ങി. പാട്ടാ കുപ്പി പാട്ടായിട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. ചേട്ടാ എനിക്ക് തോന്നുന്നു ചേട്ടന് ഇവിടുന്ന് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. പിന്നെ അവിടുന്ന് വെച്ചടി കയറ്റമായിരിക്കും. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഇവർക്ക് എന്താന്നുള്ള ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതായത് ഞാൻ എന്റെ ഇമേജ് നോക്കാതെ ഇമേജ് നോക്കി പാടുന്ന ആളാണ്. ഇന്നത്തെ ഈ ലോകം ഇല്ലേ, അതായത് ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവരും ഇമേജ് കോൺഷ്യസ് ആണ്. അപ്പൊ ഇമേജ് കോൺഷ്യസ് ആവാതെ ഇങ്ങനെ തുറന്ന മനസ്സോടെ പാടാൻ സാധിക്കുന്ന ആ ഒരു ഇമേജ് അതാണോ? എന്റെ ഇമേജ് ഞാൻ നോക്കില്ല, പക്ഷെ ഇമേജ് നോക്കി പാടുന്ന ആളാണ്. ഏത് ഇമേജ്? ഇമേജസ്. ഞങ്ങൾ ഏതെങ്കിലും ഇമേജ് ഇട്ട് കഴിഞ്ഞാൽ അത് നോക്കി പാടും. പാട്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൊടുക്കാം. അപ്പൊ അത് LED ഇട്ട് തരും. ഇവിടെ നമുക്ക് ഓരോ പിക്ചർ ഞങ്ങൾ ഇട്ടുതരാം. ഇവിടെ പടം വരുന്നേ? ഇവിടെ കുഴപ്പമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല. പുറകെ കണ്ടില്ല എനിക്ക്. ഞാൻ തിരിഞ്ഞു നോക്കണം. ഇമേജ് വന്നല്ലോ. ഇതിനനുസരിച്ചൊരു പാട്ട് അടുത്ത സമയത്ത് ഏറ്റവും കത്തി നിന്ന ഒരു വിഷയമാണ്. അതേക്കുറിച്ച് ഞാനൊരു പാട്ട് പാടാം. ഇത് ഒന്നും നിൽക്കത്തില്ല, രണ്ടുപേരുള്ളതുകൊണ്ട് 2 പാട്ട് നിൽക്കണം. മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേ. വേറെ ഏത് പാട്ടാ? അവനവൻ കുറുക്കുന്ന കുറുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാ, പരസ്പരം കുഴിക്കുന്ന കുഴി കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ. ആ പാട്ട് വേണേ ഈ സിറ്റുവേഷനിൽ നമുക്ക് പാടാം. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ട്. കൈയടിച്ചാട്ടെ. ചുമ്മാ അഭിപ്രായം മാത്രം പറഞ്ഞാൽ പറയാം. കൈയോടെ അടിക്കുന്ന നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്താലോ? ഒരെണ്ണം കൂടി ഇട്ടുതരാം. സൂപ്പർ സ്റ്റാറിന്റെ ഇവിടുത്തെ നയൻതാര. ശരിയായിട്ടൊരു നയൻതാര ലുക്ക് കിട്ടോ? നയൻതാരന്റെ ഹാഫ് താര. കൊള്ളാം. പാട്ടോ? 3.5 താര. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിടാവ്. എലീന ചേട്ടാ അലീനല്ലേ? അലീനല്ലേ? എന്തോ അലീനല്ലേ? അതെന്റെ കുഴപ്പമില്ല, അത് എഴുതി പറഞ്ഞ മിസ്റ്റേക്കാണ്. അവരോട് തിരുത്താൻ പറഞ്ഞോ അല്ലെ? തിരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഓക്കെയാണ്. അതെ, ഇഷ്ടപ്പെട്ടില്ലേ? കൈ അടിച്ചോളൂ. താങ്ക് യു. നമുക്ക് എന്താ ഒരു പിക്ചറും കൂടെ കാണാം, ഒരു ഇമേജും കൂടെ. വിരോധം ഇല്ലെങ്കിൽ ഒരു ഇമേജും കൂടെ കാണിക്കാം. വിരോധം എന്തിന്? അയ്യോ സാർ, എന്നതാ ഒരു സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. മിണ്ടാതെടി കുയിലേ, ഉണ്ണിക്കണ്ണനുറങ്ങണ സമയത്ത് മൂളാതെടി മൈനേ, മണിക്കുട്ടനുറങ്ങണ സമയത്ത്. ചേട്ടാ എങ്ങനെയുണ്ട് എന്റെ കഴിവ്? ഭയങ്കര. ഇത് പ്രതീക്ഷയില്ല. പല ട്രാക്ക് ഇട്ട് പാടുന്നുണ്ട്, അതുപോലെ തന്നെ ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നുണ്ട്. പക്ഷെ ഇമേജ് ഇട്ട് പാടുന്നുണ്ട്. പക്ഷെ ഇമേജ് ഇട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ എന്റെ ഇമേജ് നോക്കുന്നില്ല എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? ഗുഡ്, അടിപൊളി. ഒരു കൈയടി. ഇമേജ് വരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരാള് അല്ലേ ചെയ്യണ്ട, ഞെളിഞ്ഞങ്ങ് പോകണ്ട. ഒരു പണി കൊടുക്ക്. 3 കൂടെ ഒരുമിച്ച് ഒരെണ്ണം കൊടുത്താലോ? ചെറിയൊരു സജഷൻ ഉണ്ട്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ചലഞ്ച് ഓക്കെ. ബിബിൻ ജോർജ് പറയുന്നൊരു ചലഞ്ച് വേറൊന്നുമല്ല. എന്താണ് അദ്ദേഹത്തിന്റെ 3 ഇമേജ് 3 പേരുടെ അങ്ങ് തരും. പരസ്പര ബന്ധമില്ലാത്ത 3. അത് പരസ്പര ബന്ധമില്ലാത്തത്. ഓഹോ. അത് വെച്ചിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പാടണം. പിന്നെന്താ? പക്ഷെ വേറെ മുറിച്ച് പാടരുത്, ഒറ്റ പാട്ട്. അത് പാടിക്കഴിഞ്ഞാൽ ചേട്ടനെ ഞങ്ങൾ സമ്മതിച്ചിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് പാട്ടും പറ്റൂല. ഇല്ല. പട്ട 3 ഇമേജ് വരട്ടെ. ഇതാണ്.
കണ്ണൻ എന്ന പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. കണ്ണൻ എന്ന പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. ഇപ്പൊ സമ്മതിക്കണം. മതിയോ? മതിയോ? താങ്ക് യു. അല്ല, ഇവിടെ ഒരുപാട് കലാകാരന്മാർ പല തരത്തിലുള്ള സംഭവങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഇമേജ് വെച്ചിട്ട് ഇങ്ങനെ ഇമേജ് ഇട്ട് പാടുക എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ലേ? അങ്ങനെ ആദ്യത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളെ കീഴടക്കി, ഞങ്ങളുടെ മനസ്സ് കീഴടക്കി. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ചേട്ടന്റെ അച്ഛന്റെ വഴി തന്നെ സ്വീകരിക്കുന്നതാണ്. എന്താണ് ചേട്ടന്റെ പാട്ടിന് പോവുക. ഞാൻ എന്റെ ചേട്ടന്റെ പാട്ടിന് പോവുക. അത് ശരിയാണല്ലോ. ഞാൻ എന്തിനാ വിളിക്കുന്നത്? അപ്പൊ ഞാൻ എന്റെ പാട്ടിന് പോവാണ്. ബൈ ചേട്ടാ.